നിയമവിരുദ്ധമായിട്ട് തടങ്കിൽ വെക്കുന്നത് പോലെ നീക്കുന്നത്. ജനകീയമായ വമ്പിച്ച രീതിയിലുള്ള ജനകീയ മുന്നേറ്റമാണ് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത്. ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടേ അല്ല, എല്ലാവരും കൊണ്ട് ഇറങ്ങുകയാണ്. അതാണ് ഉണ്ടായത്. അതിനിയും അതിശക്തിയായിട്ട് തുടരുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനിയും തുടരും, ഇത് അവസാനിക്കാൻ പോകുന്നില്ല. അതാണ് പിണറായിക്കെതിരായിട്ടൊരു കേസില്ല. കേസ് പിണറായിയുടെ മകളുമായി ബന്ധപ്പെട്ടാണ്. ആ കേസിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ CPIM നേതാവിനെതിരായിട്ടാണ് കടന്നാക്രമണം നടത്തുന്നത്. അത് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണമാണെന്നാണ് ഞങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പാർട്ടി അതിശക്തിയായിട്ട് കേരളത്തിലുടനീളം ഇന്ത്യയിലുടനീളം പ്രതിരോധിക്കുന്നത്. ആ പ്രതിരോധം ഇനിയും ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. സമാധാനപരമായിട്ടാണ് എല്ലാ പ്രതിഷേധവും രേഖപ്പെടുത്തി മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ രീതി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതി തന്നെ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും. അല്ല, ആശയവിനിമയം നടത്താൻ പറ്റും. അവരനുവദിക്കുകയും CPM സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുകയായിരുന്നു. ഇതാരെങ്കിലും ആഹ്വാനം ചെയ്തിട്ട് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയതല്ല, പകരം അവരുടെ വലിയ പ്രതിഷേധം പൊട്ടിയതാണ്. അതുകൊണ്ട് തന്നെ തെരുവിലേക്ക് അവർ ഇറങ്ങി പിണറായിക്ക് പ്രതിരോധം തീർക്കുകയാണ്, പ്രതിരോധ കവചം തീർക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിപ്പോൾ മാത്രമല്ല, ഈ നിലയ്ക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ വരും ദിവസവും ഇതിൻ്റെ ഒരു ശക്തമായ വേർഷൻ തന്നെ കാണാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ 7 മണിക്കൂർ പിന്നിടുകയാണ് ഇപ്പോൾ നടക്കുന്ന ED പരിശോധന. അപ്പോൾ മോഡി, ED, VD തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും തീർക്കുന്ന CPM പ്രവർത്തകരെ ഈ റെയ്ഡ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ പിണറായിയുടെ വീട്ടിലും അതിശക്തിയായിട്ടുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ആഹ്വാനം ചെയ്യാതെ തന്നെയാണ് ആളുകൾ. പാർട്ടി ആഹ്വാനം ചെയ്താലും ആഹ്വാനം ചെയ്തില്ലെങ്കിലും ഒക്കെ ജനങ്ങൾ രംഗത്ത് നിന്നിരിക്കുകയാണ്. അതാ കാര്യം. ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിലുടനീളം. എന്തായാലും MV ഗോവിന്ദൻ മീഡിയ വണ്ണിനോട് പ്രതികരിക്കുകയായിരുന്നു. ഒരു ആഹ്വാനവുമില്ലാതെ ജനങ്ങൾ, ലക്ഷക്കണക്കിനായ മനുഷ്യർ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. പക്ഷേ സമാധാനപരമായിട്ടാണ് പ്രതിഷേധം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വയലൻസിലേക്ക് കാര്യങ്ങൾ പോവില്ല, സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. പ്രതിഷേധം തുടരും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പ്രവർത്തകരോട് സംഘർഷത്തിലേക്ക് പോകരുതെന്ന കർശനമായ നിർദ്ദേശം പാർട്ടി നൽകുന്നു. ആ മറുഭാഗത്തുണ്ടായിരുന്ന, വീടിന് മറുഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ പ്രവർത്തകരോടും ഇവിടേക്ക് ഞാൻ നിൽക്കുന്ന ഇത് വലതുഭാഗത്തേക്ക്, വീടിന്റെ വലതുഭാഗത്തേക്ക് മാറാൻ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിൽക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, വീടിന് മുമ്പിലുള്ള പ്രതിഷേധം ഗുണം ചെയ്യില്ല എന്ന ഒരു വിലയിരുത്തലാണ് പാർട്ടി നേതാക്കൾക്കുള്ളത്. കാരണം അത് പിണറായി വിജയന്റെ വീടാണ്. ആ വീടിന് മുമ്പിൽ തന്നെ പ്രതിഷേധം ഉണ്ടാകുന്നു. ആ പ്രതിഷേധം ഒരുപക്ഷെ ഒരു നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോവേണ്ടതില്ല എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നു. മാത്രമല്ല, നേരത്തെ വലിയ തോതിൽ ഒരു സംഘം ആളുകൾ മുദ്രാവാക്യം വിളിച്ച് ഇവിടേക്ക് എത്തി. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു, അണികളും നേതാക്കളും അടക്കം തെരുവിലേക്ക് ഇറങ്ങുന്നു. അപ്പോഴും കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തുന്നു CPM നേതാക്കൾ എന്നുള്ളത് കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയോ വരികയോ ചെയ്യേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിഷേധവും അപ്പോൾ തന്നെ റെയ്ഡും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.